നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ സംഘർഷം അതിൻ്റെ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ യുദ്ധം സമാധാനം പ്രാപിക്കുമെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കടുത്ത ഒരു തീരുമാനവുമായി നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വന്നിരിക്കുകയാണ്. സെലൻസ്കി പറഞ്ഞ ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് റഷ്യയ്ക്ക് ഒരിഞ്ച് സ്ഥലം പോലും തൻ്റെ രാജ്യത്ത് നിന്ന് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനമാണ് സെലൻസ്കി എടുത്തിട്ടുള്ളത്. ഇതിനി എത്രത്തോളം പ്രാവർത്തികമാകും, എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ റഷ്യ യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ ക്രൈമിയ, ലുഹാൻസ്ക്, ഡോണസ്ക് എന്നീ 3 പ്രവിശ്യകൾ റഷ്യ പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞു. മാത്രമല്ല ഹെഴ്സൺ, സാപ്പോറിഷ്യ തുടങ്ങിയ 2 പ്രവിശ്യകളുടെ ഏകദേശം ഭാഗികമായി ഇപ്പോൾ നമ്മുടെ റഷ്യയുടെ കൈകളിലാണ്. കൂടാതെ സപ്രോഷ്യ ആണവ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് കൊടുക്കണം എന്നുകൂടി കരാറുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് സിംഗപ്പൂരിലെ ജനീവയിൽ വെച്ച് ചേർന്ന ഈ മധ്യസ്ഥ ചർച്ചകളിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് ഈ യുദ്ധം താൽക്കാലികമായി നിർത്തുന്നതിന് വേണ്ടി റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ക്രൈമിയ, ലുഹാൻസ്ക്, ഡോണസ്ക് എന്നിവ റഷ്യ തന്നെ കൈവശം വച്ചോട്ടെ എന്നും, അതുപോലെ ഭാഗികമായി പിടിച്ചെടുത്ത ഹെഴ്സൺ, സാപ്പോറിഷ്യ അതിൻ്റെ റഷ്യയുടെ കൈവശം ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നും ഒക്കെയായിരുന്നു. മാത്രമല്ല ഈ ആണവ നിലയം, സാപ്പോറിഷ്യ ആണവ നിലയത്തിലെ വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് കൊടുക്കണം. ഇത്രയുമായിരുന്നു കരാർ. മാത്രമല്ല പിന്നെ നാറ്റോയിൽ ചേരാൻ പാടില്ല എന്നും യുക്രൈൻ സൈനികരുടെ എണ്ണം 6 ലക്ഷമാക്കി കുറയ്ക്കണമെന്നും ഒക്കെ കരാറുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ചർച്ചയിൽ 6 ലക്ഷം എന്നുള്ളത് സൈനികരുടെ എണ്ണം 8 ലക്ഷമാക്കി ഉയർത്തിയിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ കരാർ ഇരിക്കുമ്പോൾ അന്ന് വളരെ വിഷമഘട്ടത്തിലായിരുന്നു നമ്മുടെ സെലൻസ്കി. കാരണം സ്വന്തം രാജ്യത്തിൻ്റെ പകുതിയോളം, കുറേ ഭാഗം, ഈ 3 പ്രവിശ്യകളും മറ്റ് 2 പ്രവിശ്യകളുടെ പകുതിയും റഷ്യ പിടിച്ചെടുത്തത് അത് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ടാണെങ്കിൽ പിന്നെ എന്തിന് യുദ്ധം നടത്തണം? അതെങ്ങനെ ഒരു ഉഭയകക്ഷി തീരുമാനമാകും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഇതിപ്പോൾ പൂർണ്ണമായും യുക്രൈൻ അടിയറ വച്ചുകൊണ്ടുള്ള ഒരു സമാധാനം, അതിന് നമ്മൾ വ്ളാഡിമിർ സെലൻസ്കി എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു ലോകം നോക്കിയിരുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുടെ ചില തിരുത്തലുകൾക്കായി ഈ മാസം തന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സെലൻസ്കി കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാണും എന്ന് തന്നെയാണ്, അതിൻ്റെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിനിടയിലാണ് ആ ചർച്ചയ്ക്ക് മുമ്പായി ഇപ്പോൾ സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെ 1 ഇഞ്ച് സ്ഥലം പോലും, അതായത് റഷ്യൻ സൈനിക മുന്നേറ്റമുണ്ടാക്കിയ മേഖലകൾ അടിയറ വച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യമാണ് നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിയത്. ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തി പുതിയ ഒരു കരട് തയ്യാറാക്കി നൽകാമെന്നും നമ്മുടെ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ, അതുപോലെ ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോൾസ് എന്നിവരുമായി ലണ്ടനിൽ വെച്ചാണ് സെലൻസ്കി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ട് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറിൻ്റെ ആയാലും, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുടെ ആയാലും, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോൾസിൻ്റെ ആയാലും ഒരു തീരുമാനമാണ് സെലൻസ്കി ഇപ്പോൾ അറിയിച്ചതെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. കാരണം ഈ 3 രാജ്യങ്ങളും, UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളുമായി നമ്മുടെ സെലൻസ്കി ലണ്ടനിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്ന അഭിപ്രായം ആ ചർച്ചയിലാണ് ഉയർന്നത് എന്നാണ് സെലൻസ്കി പറയുന്നത്. അതായത് ഈ ജർമ്മനിയും ഫ്രാൻസും UKയും കട്ടയ്ക്ക് നമ്മുടെ സെലൻസ്കിയുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ് വേണ്ട എന്ന ഉപദേശമാണ് സെലൻസ്കിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അവർ എന്തെല്ലാം സാമ്പത്തിക സഹായമാണോ അതോ ആയുധ സഹായമാണോ ആ രാജ്യങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടുമില്ല. പക്ഷേ ഈ 3 രാജ്യങ്ങളുടെയും കട്ട സപ്പോർട്ടുമായിട്ടാണ് സെലൻസ്കി പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുക്രൈൻ്റെ 1 ഇഞ്ച് സ്ഥലം പോലും റഷ്യയ്ക്ക് വിട്ടു നൽകില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ട്രംപിനെ കാണാൻ പോകുമ്പോൾ ഈ സമാധാന ചർച്ചയിൽ യുക്രൈന് ഒരു കരട് രേഖ അങ്ങോട്ട് സമർപ്പിക്കാം എന്നും കൂടി പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് ഈ ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം
നമുക്ക് മനസ്സിലാകും. യുക്രൈൻ പ്രസിഡന്റിൻ്റെ ഈ വാദം കേൾക്കുമ്പോൾ ലോകം ഒന്ന് ആശങ്കപ്പെടുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 3.5 വർഷമായി തുടരുന്ന യുദ്ധം ലക്ഷ്യം കാണാതെ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് നമ്മുടെ വ്ളാഡിമിർ പുടിൻ നേരത്തെ ഇന്ത്യയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പുടിൻ്റെ ലക്ഷ്യം ഒന്നുകിൽ ലക്ഷ്യം കാണുക, അതായത് ഇവർ നിരുപാധികം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക, റഷ്യ പറയുന്ന എല്ലാം അനുസരിച്ച് അവസാനിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ പുടിൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ യുക്രൈന് ആണെങ്കിൽ ആ യുദ്ധം ചെയ്തു നിൽക്കാനുള്ള ഒരു ശേഷി കുറവാണ്. മാത്രമല്ല അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ട്രംപ്, അതായത് ഈ തീരുമാനങ്ങളൊന്നും അനുസരിച്ചില്ല ഇല്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് പിൻവലിക്കുമെന്നുള്ളതാണ്. പിന്നെ ആയുധമോ സാമ്പത്തികമോ നൽകി അമേരിക്ക സഹകരിക്കില്ല എന്നുകൂടി ഒരു വാണിംഗ് രൂപത്തിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ജർമ്മനിയുടെയും UK-യുടെയും ഫ്രാൻസിൻ്റെയും പിന്തുണയോടുകൂടി നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുതിയൊരു ഉപാധി വച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം ഫലവത്താകുമെന്ന് ഇനി കണ്ടറിയണം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.